വെൽക്കം എവരി വൺ. നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ് ചാനലിലേക്ക് എല്ലാവർക്കും വൺസ് അഗൈൻ സ്വാഗതം. നമ്മളിന്നൊരു ബേസിക് വർക്കൗട്ടാണ് ചെയ്യണത്. എല്ലാവർക്കും ഞങ്ങളുടെ ഫോളോ അലോങ് ചെയ്യണ ഒരു വർക്കൗട്ടാണ് ചെയ്യണത്. പിന്നെന്താ 45 സെക്കൻഡ് ഓൺ 15 സെക്കൻഡ് റെസ്റ്റിൻ്റെ ഉള്ളൊരു വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാത്തിനും വേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗില്ലാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ അപ്പ് ആൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഈ കൈ നമ്മുടെ കാൽമുട്ട് കൊണ്ടൊന്ന് ടച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് കൈ ജസ്റ്റ് മേളിലോട്ട് കൊണ്ടുപോകുക. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ആബ്സ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കതിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്താൽ മതി. സിമ്പിൾ വർക്കൗട്ടാണ്, ഞങ്ങളുടെ കൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ആണ് ഇതൊക്കെ എല്ലാം. ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ഫാറ്റ് ബേണിങ്ങിനും കൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പോൾ അടുത്ത എക്സസൈസ് നമ്മുടെ സ്ക്വാട്ട് പഞ്ചസ് ആണ്. സ്ക്വാട്ട് ആകുമ്പോൾ എല്ലാവരും നമുക്കറിയാവുന്ന ഒരു എക്സസൈസാണ്. നമ്മുടെ ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സിനും മെയിനായിട്ട് ഫോക്കസ് കിട്ടുന്ന ഒരു എക്സസൈസാണ് സ്ക്വാട്ട്സ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വാട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ബ്രീത്തിനും നമ്മൾ പൊങ്ങി പഞ്ച് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ടുമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അടുത്ത എക്സസൈസ് നമ്മുടെ ഗ്ലൂട്ട് ബ്രിഡ്ജസ് ആണ്. അപ്പോൾ നമുക്ക് ലൈൻ പൊസിഷനിൽ വന്നിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മളിത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ഗ്ലൂട്ട്സിനാണ്. നമ്മൾ തറയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ആ ഒരു ടെൻഷൻ നമ്മുടെ ഗ്ലൂട്ട്സിലോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി ഒരേ അലൈൻമെൻറ്റിൽ വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിൻ നമ്മൾ നേരെ താഴത്തോട്ട് ടക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലുക്ക് നമ്മുടെ ചെസ്റ്റിലേക്ക് ലുക്ക് കൊടുക്കുക. അപ്പോൾ അടുത്തത് നമ്മൾ എണിക്കണ്ട, കാരണം അടുത്തത് ഹീൽ ടച്ചാണ്. അപ്പോൾ ഹീൽ ടാപ്പ് എന്ന് പറഞ്ഞ എക്സസൈസ് നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടുവന്ന് നമ്മുടെ ഹീലിൽ ടച്ച് ചെയ്യുക. നമ്മൾ ചെയ്തു തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ ഹീൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹീലിൽ ടച്ച് ചെയ്യുമ്പോൾ ബ്രീത്തിനും ഹീലിൽ കൈ എടുക്കുമ്പോൾ ബ്രീത്ത് ഔട്ടുമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു സെറ്റും കൂടി നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണത്. നമ്മൾ ആക്ച്വലി ഇതൊരു സർക്യൂട്ട് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ആദ്യം ചെയ്ത വർക്കൗട്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാമതൊന്നുകൂടി ചെയ്യണം. അപ്പ് ആൻഡ് ഓവറാണ്. നമ്മുടെ അപ്പ് ആൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ആബ്സ് ടൈറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് നല്ലൊരു എഫക്റ്റ് തന്നെയാണ്.
അപ്പോൾ അടുത്തത് സ്കോട്ട് പ്ലസ് പഞ്ചസ് ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. സ്കോട്ട് പ്ലസ് പഞ്ചസ് ചെയ്യാം നമുക്ക്. നമ്മൾ ആ പഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പ്രഷർ നമുക്ക് നമ്മുടെ ആപ്സിലോട്ടും കൂടി കൊടുക്കാൻ പറ്റണം. ആ ഒരു ടെൻഷൻ അത് നമ്മൾ ആപ്ഷൻ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്തത് ഗ്ലൂട്ട് ബ്രിഡ്ജസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലൈൻ പൊസിഷനിലോട്ട് വരാം. അടുത്ത നമ്മുടെ ഹീൽ ടാപ്പാണ് നമ്മൾ കിടന്നിട്ട് തന്നെ ചെയ്യണത്. ഇതെല്ലാം ആക്ച്വലി ഫോളോ ആയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് മാത്രമേ നമുക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ബിഗിനർ വെർഷൻ ആണല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ചെയ്ത് പോയിക്കോളൂ. കാരണം എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാം സെറ്റായി നമ്മുടെ ബോഡി അതിനോട് വഴങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സർക്യൂട്ട് കഴിഞ്ഞ് ഇനി അടുത്ത സർക്യൂട്ടിലോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഫ്ലോർ ടു റീച്ചസ് ആണ് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട്. രണ്ടാമത്തെ സർക്യൂട്ടിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു സ്ക്വാട്ട് പൊസിഷനിൽ നിന്നിട്ട് ഡൗൺ പിന്നെ അപ്പ്, ഫ്ലോറിൽ ടച്ച് ചെയ്യുക, പിന്നെ കൈ മേലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ സ്ക്വാട്ടിൽ ബ്രീത്ത് എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ താഴത്തോട്ട് എടുക്കുമ്പോൾ ബ്രീത്ത് ഇൻ, കൈ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രീത്ത് ഔട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് ലഞ്ചസ്, റിവേഴ്സ് ലഞ്ചസ് പ്ലസ് കിക്ക് ബാക്കാണ്. ലഞ്ചസ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസിലേക്ക് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് കാലം ആദ്യം ബാക്കോട്ടുള്ളത്, റൈറ്റ് പ്ലസ് കിക്ക്. അടുത്തത് ലെഫ്റ്റ് കാല് ബാക്കോട്ട് കൊണ്ടുപോയിട്ട് കിക്ക്. ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ബാലൻസൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട, ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും.
അപ്പോൾ അടുത്ത നമ്മുടെ വർക്കൗട്ട് ഹൈ പ്ലാങ്ക് ആണ്. അപ്പോൾ നമ്മൾ ഹൈ പ്ലാങ്ക് നമുക്കറിയാം, നമ്മുടെ ഹൈ പ്ലാങ്ക് നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴ്ത്തായിരിക്കണം കൈ വരേണ്ടത്. ഇതുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹൈ പ്ലാങ്ക് ഇത് നമ്മൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലൂട്ട്സും ആപ്സും ടൈറ്റ് ചെയ്ത് വെക്കുക. അത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇതിൻ്റെ അത്. അപ്പോൾ അടുത്ത നമ്മുടെ എക്സസൈസ് ലൈൻ സൈക്കിൾസാണ്. ലൈൻ സൈക്കിൾസ് നമ്മൾ ജസ്റ്റ് കിടക്കുക, എന്നിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങോട്ട് ചവിട്ടിയാൽ മതി. അപ്പം ഞാനിങ്ങനെ നെക്ക് ഇങ്ങനെ പൊക്കി വെച്ചാണ് പോലെ നിങ്ങൾക്കത് കംഫർട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്. അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നെക്ക് നിങ്ങൾക്ക് താഴത്ത് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സർക്യൂട്ടിൻ്റെ രണ്ടാമത്തെ റൗണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ ഫ്ലോർ ടു റീച്ചസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. നമ്മുടെ ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ ആസ് എ ബിഗിനർ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണേ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ഒരു 2 സെക്കൻഡ് എന്തെങ്കിലും റെസ്റ്റ് ചെയ്യുക, എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നമുക്കറിയാം ചിലപ്പോൾ പലർക്കും പല ഡിസ്കംഫേർട്ടും വരും, കാരണം ആദ്യമായിട്ട് ചെയ്യണമുണ്ടൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത വർക്കൗട്ട് റിവേഴ്സ് ലഞ്ച് പ്ലസ് കിക്ക് ബാക്കാണ്. നമ്മൾ നേരത്തെ ചെയ്താണ്. അപ്പോൾ ലഞ്ചസ് എല്ലാം നമ്മുടെ ലെഗിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സസൈസാണ്. ഈ കിക്ക് ബാക്ക് ആക്ച്വലി നമ്മുടെ ഗ്ലൂട്ട്സിനാണ് കിട്ടുന്നത്. അത് നമുക്ക് ജസ്റ്റ് കിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗ്ലൂട്ടിന് ഒരു ഇത് വന്നത് ഗ്ലൂട്ട്സിന്. ചെയ്യണം എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് ഹൈ പ്ലാങ്കാണ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഹൈ പ്ലാങ്കിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. നമുക്ക് ആ പൊസിഷൻ നേരത്തെ ചെയ്തുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. ഷോൾഡറിൻ്റെ നേരെ താഴത്ത് നമ്മുടെ കൈ തന്നെ രീതിയിൽ ചെയ്താൽ മതി. ആബ്സും ഗ്ലൂട്ട്സും ടൈറ്റ് ചെയ്ത് വെക്കുക. പ്ലാങ്കൊക്കെ നമുക്ക് കോർ വർക്കൗട്ടാണ്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മസിൽസും എൻഗേജ് ആവുന്ന വർക്കൗട്ടാണ് ഈ പ്ലാങ്ക് എല്ലാം. പ്ലാങ്ക് തന്നെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഹൈ പ്ലാങ്ക് ഉണ്ട്, ലോ പ്ലാങ്ക് ഉണ്ട്, സൈഡഡ് പ്ലാങ്ക്സ് ഉണ്ട്, വൺ സൈഡഡ് പ്ലാങ്ക്. അങ്ങനെ പ്ലാങ്ക് തന്നെ പല പൊസിഷനും ഉണ്ട്. പിന്നീട് നമുക്കെല്ലാം ഉൾപ്പെടുത്താം. ഇതൊക്കെ ബേസിക് പ്ലാങ്കാണ്. അപ്പോൾ നമ്മുടെ
അടുത്ത എക്സസൈസ് നമുക്കറിയാം ലൈൻ സൈക്കിളാണ്. അപ്പോൾ അതോടെ നമ്മുടെ വർക്കൗട്ട് സെഷൻ എൻഡാവും. അപ്പോൾ നമുക്ക് ലൈൻ സൈക്കിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്യൂട്ട് വർക്കൗട്ടും കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു ലെവലിലോട്ട് നമ്മൾ പയ്യെ വരുള്ളൂ. നമുക്കറിയാം ഒറ്റയടിക്ക് നമുക്ക് ചാടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിയുന്നതും വർക്കൗട്ടിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ആയിരിക്കരുത് നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. കണ്ടിന്യൂസ് ചെയ്തു പോവുക. ചെറിയ ബേസിക്കിൽ നമ്മൾ ചെയ്തു പോയാൽ മതി. പിന്നീട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിക്കോളും. നമുക്ക് നമ്മുടെ വർക്കൗട്ടും അതനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുതന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഫോളോ അലോങ് വർക്കൗട്ട് അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക. ഞങ്ങൾക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ. അപ്പോൾ മറ്റൊന്നുമില്ല, വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കാരണം ഹെൽത്ത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റൊന്നുമില്ല, ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.